ഗൈസ് പള്ളിപ്പെരുന്നാൾ നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ നോക്കിയാലോ. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ബജ്ജിക്കടയിലേക്കായിരുന്നു. അവിടെ നിന്ന് നല്ല ചൂടോടെ കോളിഫ്ലവർ ബജ്ജി വാങ്ങി. അങ്ങനെ അത് കഴിച്ച് തീരും മുമ്പേ തന്നെ മുട്ട ബജ്ജി കഴിക്കാനായിട്ടൊരു മോഹം, അത് ഓർഡർ ചെയ്തു. ഉടനെ തന്നെ മുട്ട ബജ്ജി കിട്ടി. മുട്ട ബജ്ജിക്ക് കൂട്ടായിട്ട് ഞങ്ങൾ ഒരു സവാള ബജ്ജി കൂടി ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോഴാണ് കരിമ്പിൻ ജ്യൂസ് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ 2 കരിമ്പിൻ ജ്യൂസ് കൂടി ഓർഡർ ചെയ്ത് അത് കുടിച്ചു. നേരത്തെ കഴിച്ച ബജ്ജിയെല്ലാം എരിവുള്ളതായതുകൊണ്ട് ഇത് ഞങ്ങൾക്കതൊരാശ്വാസമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കോട്ടൺ ക്യാൻഡി കൂടെ കണ്ടു, അതും വാങ്ങി. അതും ഞങ്ങൾ 3 പേരും കൂടി നന്നായിട്ട് കഴിച്ചു. അങ്ങനെ നടക്കുമ്പോഴാണ് നേരത്തെ മിസ്സായ മുളക് ബജ്ജി ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. അങ്ങനെ അതും ഒരു പ്ലേറ്റ് വാങ്ങി. അതിന് കൂട്ടായിട്ട് ഞങ്ങൾ ഒരു പ്ലേറ്റ് മുട്ട ബജ്ജി കൂടി വാങ്ങി കഴിച്ചു. ബജ്ജി നല്ല എരിവായതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തതായി ഐസ്ക്രീം കടയിലേക്കാണ് പോയത്. വിചാരിച്ച ഫ്ലേവറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ കിട്ടിയ 2 ഫ്ലേവർ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഐസ്ക്രീം കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് പാനിപ്പൂരി കണ്ടത്. അതൊരു പ്ലേറ്റ് വാങ്ങി. അതും കൂടി ആയപ്പോഴേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വയറ് ഏകദേശം നിറഞ്ഞു. ഞങ്ങൾ കഴിക്കാൻ മിസ്സായിപ്പോയി എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമോ? സോ ബൈ ഗൈസ്.